ഹലോ ഗെയ്സ്, കുറച്ച് പേർക്കൊക്കെ സന്തോഷമാവുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി പോയി, അതിന് തിരിച്ചു കിട്ടില്ല. പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. ഇനിയിപ്പോൾ പോയതെന്തായാലും പോട്ടെ, അതിനെ കുറിച്ച് ആലോചിച്ച് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് കാര്യങ്ങളാണ്. അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് രേണുവിനെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുന്നവർ ഇതിലേക്ക് വരേണ്ട കാണേണ്ട കമൻറ്റ്. പക്ഷേ വീഡിയോ പോലും കാണാതാണ് പലരും കമൻറ്റ് ഇടുന്നത്. അത് ഒന്നാമത് നിങ്ങളുടെ വിവരമില്ലായ്മയായിട്ടും കാണുന്നുള്ളൂ. പിന്നെ നിങ്ങൾ രേണുവിനെ ഇത്രയും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യുക, ഈ രേണുവിനെ കയറി വേണു എന്ന് വിളിക്കാതിരിക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എല്ലാ വീഡിയോയ്ക്കകത്തും രേണു എന്നുള്ളിടത്ത് വേണു എന്നാണ് വരുന്നത്. അത് നിങ്ങൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പേര് വേണു എന്നിടുന്നത് വളരെ മോശമാണ് കേട്ടോ. കാര്യം വെച്ചാൽ നിങ്ങളിപ്പോൾ അവരെ അത്രയൊക്കെ ഉള്ളൂ, നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ റിയാക്ട് ചെയ്യുന്നവരെ ഇത്രയും ചൊറിഞ്ഞു കഴിയുമ്പം അവർ വീണ്ടും രേണുവിൻ്റെ കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരും, വീഡിയോ ഇടുമെന്നറിയാം. ഇന്നലെ ഒരാൾ തന്നെയാണ് ഓടി നടന്ന് കമൻറ്റ് ഇടുവാണ്, അതും പൊട്ടത്തെറ്റും ഒക്കെയാണ്. അന്നേരം ആരോ പറയുന്നത് കേട്ട് രേണുവിൻ്റെ അമ്മായി ആയിരിക്കും, അല്ലാതെ ആരാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. എൻ്റെ ഈ വീഡിയോക്കകത്തോടെ ഒറ്റ പ്രാവശ്യമെങ്കിലും ഞാൻ രേണുവിൻ്റെ കമ്പിക്കഥകളെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാര്യം ഞാൻ ഇന്ന് വരെ ഞാൻ രേണുവിനെ തന്നെയല്ല ആരെയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അതിൽ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ അവരിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷേ ഈ അതിൻ്റെ അർത്ഥം വേറെയാണെന്നുള്ളത് ഈ കമൻറ്റ് ഇട്ടയാൾക്കും അറിയാം, എനിക്കും അറിയാം. കാര്യം വെച്ചാൽ രേണുവിനെ പോലെ ഉഞ്ഞുഞ്ഞ് കളിക്കാൻ ഞാനില്ല. അയ്യോ മറ്റത് മറിച്ചത് അതിൻ്റെ ഒന്നും അർത്ഥം എനിക്കറിയാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ കല്യാണം കഴിച്ചതാണ്, എനിക്ക് ഭർത്താവ് ഒക്കെ ഉള്ളതാണ്. അപ്പം നിങ്ങളിടുന്ന ഓരോ കമൻറ്റിൻ്റെ അർത്ഥങ്ങൾ എനിക്കറിയത്തില്ലെങ്കിൽ എൻ്റെ കെട്ടിയോട് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ മാതിരി വൃത്തികേടുകൾ പറയുന്നവർ ശരിക്കും മറുപടി കേൾക്കും, ശരിക്കും, അതിനൊരു സംശയമില്ല. കാര്യം രേണുവിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സോറി, ഇതിനകത്തിടാൻ ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ സാധാരണ എൻ്റെ കമൻറ്റ് വരുന്നതിനെ പറ്റി എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാറില്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. അവരെ സ്നേഹിക്കുകയാണെന്നും പറഞ്ഞിട്ട് അവരെ തകർത്തോണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം കൂടെ കിടന്ന് കാണിച്ച് ഇപ്പോൾ ഒരു പൊട്ടും പൊടിയും ഒന്നും കിട്ടുന്നില്ലല്ലോ, ഒന്നും കാണാനില്ല, അവരെ കാണാനേ ഇല്ല. അവർ സോഷ്യൽ മീഡിയയിൽ ഇല്ലിപ്പോൾ. നേരത്തെ അവർ വന്നുകൊണ്ടിരുന്നത് അവർ നെഗറ്റീവിലൂടെ തന്നെ അവർക്ക് കയറി വന്നുകൊണ്ടിരുന്നത് അതിന് വേണ്ടി തന്നെയാണ്. അവർക്ക് എപ്പോഴും സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കണം. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകളാണ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ അങ്ങനെയുള്ള പല ആൾക്കാർ. രേണു എവിടെയോ പോയി, എവിടെയെന്ന് കാണുന്നില്ല കേട്ടോ. ഒരു കടുകുമണി പോലും ആയിട്ട് കാണാനില്ല. ഇടയ്ക്ക് സുധിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് എന്നതൊക്കെ ഒന്ന് കാണിച്ചും ഒന്ന് കയറി വരാമെന്ന് പുള്ളിക്കാർ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ അതും ക്ലിച്ച് പിടിച്ചില്ല. പിന്നെ ഋതപ്പനെ കൊണ്ടുവന്ന് എന്നതൊക്കെയോ കാണിക്കുന്നുണ്ട്. അതുപോലെ ഋതപ്പൻ്റെ ഒരു വീഡിയോസ് കഴിഞ്ഞ ദിവസം ഇട്ടപ്പോഴത്തേക്ക് ആരോ പറയുന്നത് കേട്ട്, നമ്മുടെ കോമള ചേച്ചി പറയുന്നത് കേട്ടെ, നമ്മുടെ അല്ല കേട്ടോ, എൻ്റെ ആരും അല്ല, അവരെനിക്ക് ഇഷ്ടമേ അല്ല നമ്മുടേന്ന് പറയുന്നത്. കോമളം പറയുന്നത് കേട്ട് ഋതപ്പൻ അങ്ങ് വെളുത്ത് സുന്ദരനായെന്ന്. എൻ്റെ പൊന്നു തള്ളേ, നിങ്ങൾക്കത് മനസ്സിലായില്ല ഫിൽറ്ററാന്നുള്ളത്. കാര്യം ഇവർക്കൊരു ശകലം പോലും വിവരമില്ലാത്തൊരു സ്ത്രീയാണ് കേട്ടോ അവർ, ശകലം പോലും. കാര്യം ഈ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ആ വീഡിയോ വന്നപ്പോഴത്തേക്ക് ഇവർ കുറേ കമൻറ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് രേണു ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നേനെ, ഇങ്ങനെ ആയിരുന്നേനെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാതിരുന്നത്, ഞാൻ കുറച്ച് തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ. ആ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാതിരുന്നത്. അതെല്ലാവരും എടുത്തിട്ട് കഴിഞ്ഞു. ഇനിയും വീണ്ടും ഞാൻ കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടത് കാര്യങ്ങൾ തന്നെ എനിക്കും പറയാനുള്ളൂ. പിന്നെ അവരുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. അവരുടെ ഒരു മകളുടെ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നാണോ മാനോ ഉള്ളവർക്ക് കാണാൻ പറ്റത്തില്ല അവരുടെ വീഡിയോസ്. ഉള്ളത് പറയാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ മകളും ഭർത്താവും അപ്പുറം കിടന്ന് ബിഗിനിയൊക്കെ ഇട്ട് കിടന്ന് അങ്ങ് കെട്ടിപ്പിടുത്തവും വെള്ളത്തിലോട്ട് ചാട്ടണം. അതിന് തൊട്ടിപ്പുറത്ത് തന്നെയുണ്ട് അപ്പനും അമ്മയും, അവരിപ്പുറത്തുണ്ട്. അവരുടെ ബാക്കിയുള്ള പെൺമക്കൾ എനിക്കൊന്ന് ആ ഒരു മൂത്ത പെണ്ണങ്ങാണ്ടാന്ന് തോന്നുന്നു, അത് മാത്രം കണ്ട് ഒരു ഇച്ചിരി മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അവരുടെ അമ്മ കുഴപ്പമില്ല, അവർ മാന്യമായിട്ട് തന്നെയാണ് ഡ്രസ്സ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള 3 എണ്ണവും കണക്കായിരുന്നു ഡ്രസ്സ് ഇട്ടേക്കുന്നത് കാണാനായിട്ട്. ഇത് ആരുടെ കൂടാണ്? ഈ അപ്പൻ്റെ അമ്മയുടെ ഈ ചേട്ടനും ഒക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പണി കാണിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്ന അപ്പനും അമ്മയാണ് അവരതിന് ഒരു എതിർപ്പിപ്പം പറയാല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ, അതിനോടൊന്നും സപ്പോർട്ട് ഞാൻ ചെയ്യുന്നുമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ മറക്കേണ്ടത് മറച്ച് തന്നെ വേണമെന്ന് മനുഷ്യർ ജീവിക്കാനായിട്ട്. ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ ഓരോ ദിവസം കഴിയുന്നതോറും എനിക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കയറി കഴിഞ്ഞുണ്ടല്ലോ 19-25 വയസ്സ് അമ്മച്ചിമാർ കിടന്ന് കാണിക്കുന്നതുകൊണ്ടൊന്നും ഇവർക്കൊക്കെ എന്നത്തിൻ്റെ കടിയാണെന്ന് എനിക്കറിയാൻ മേലാത്തത്. ഇപ്പോഴുള്ള ഈ പിള്ളേർ കാണിക്കുന്ന വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധമില്ലെന്നെങ്കിലും മനസ്സിലാക്കാം. ഈ പ്രായവും പക്വതയും ചെന്ന് 55 വയസ്സിൽ കുറയാതുണ്ട് അവർക്ക് പ്രായം. അവർ കിടന്ന് അവരുടെ സ്കിന്നൊക്കെ ചുളുങ്ങി തുടങ്ങി. എന്നിട്ടാണ് ഈ വൃത്തികേട് കിടന്ന് കാണിക്കുന്നത്. ഇതാരാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ആരാണേലും എന്നാൽ ഇവരുടെ ബന്ധുക്കൾ കാണത്തില്ല, ഇവർക്ക് മക്കൾ കാണത്തില്ല, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയുള്ള ആരെങ്കിലും ഒക്കെ കാണത്തില്ല ഇവർ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ. പച്ചത്തെറിയാണ് അതിൻ്റെ താഴെ ആൾക്കാർ വിളിക്കുന്നത്, എന്നാൽ പോലും ഒരു നാണോ ഇല്ലാതാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയും കൊതിയെന്നോണേ പറയുന്നവരെ കൂട്ടി സാമ്യപ്പെടുത്തുന്നു. പിന്നെ എന്നതാ കല്യാണം മുടക്കികളെ കൂട്ടി സാമ്യപ്പെടുത്തുന്നു. ഒരു പരിധി വരെ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഇത്രയും റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പലരും പലതിലും കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് എടുത്തിട്ട് അലക്കൊന്ന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ്. ഈ പറയുന്ന രേണു പോലും അത്രയും അതുകൊണ്ട് ഒതുങ്ങി നിന്നത്. ഇല്ലെങ്കിൽ രേണുക്ക് അതിനപ്പുറം കടന്നു പോയായിരുന്നേനെ. കിച്ചുവിന് പോലും
നാണക്കേടായിട്ടാണ് കിച്ചു വന്ന് പരസ്യമായിട്ട് കിച്ചു പറഞ്ഞത്. നിങ്ങളെല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്തു, ഞാനും അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് അവരെ ഒട്ടും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർ ചെയ്യാത്തൊരു കാര്യം ഒരിക്കലും വന്ന് അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ വരത്തില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് ഇന്നത്തെ വീഡിയോയ്ക്ക് അതും ഞാനൊരു കാര്യം പറയുന്നുണ്ട്. അവരുടെ പ്രവൃത്തിയോടോ അവർ പറയുന്ന രീതിയോടോ അവർ കാണിക്കുന്ന കോലങ്ങളൊക്കെ ഒന്നും എനിക്ക് താല്പര്യമില്ല. ആദ്യമൊക്കെ ഞാൻ അവർക്ക് സപ്പോർട്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സപ്പോർട്ടായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ജീവിക്കാൻ വേണ്ടി അവരിറങ്ങി തിരിച്ചേക്കുന്നു, ഇങ്ങനെയും ജീവിച്ചു. പക്ഷെ അന്ന് അവർ ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കതൊക്കെ ഓരോരുത്തർക്കും എടുത്തപ്പോൾ രേണുവിന് ദേഷ്യമുള്ളവർ പോലും എടുത്താൽ അറിയാം. നമ്മൾ ആ ഒരു പാട്ട് പ്രജീഷിൻ്റെ കൂടെ, പ്രജീഷ് ആദ്യമായിട്ട് രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആ ഒരു ഇതിനകത്തൊക്കെ അഭിനയിക്കാൻ അറിയത്തില്ല, ഓക്കെ, അത് സമ്മതിച്ചു. അതിനുവേണ്ടി അവരെല്ലാവരും കളിയാക്കും എന്നുള്ളതല്ലാതെ അവരെ ആരും മോശമായിട്ട് ആ സമയത്ത് പറയുന്നില്ലായിരുന്നു. പിന്നെ ഇവർ അങ്ങനെ ആക്കി എടുത്തതാണ്, ഇവർ ഈ മോശത്തിലേക്ക് അങ്ങ് പോയി അങ്ങനെ ഒരു നെഗറ്റീവ് ആക്കി എടുത്തത്. കൂടുതലും ഇവർ ഇത്രയും നെഗറ്റീവ് പറയാനും ഇവരെ ഇത്രയും എടുത്ത് വിമർശിക്കാനും കാരണം ഇവരുടെ കൂടെ ഇവർ കൊണ്ടു നടക്കുന്ന ആ ഓൺലൈൻ മീഡിയക്കാർ തന്നെയാണ്, അല്ലാതെ ആരുമല്ല. നിങ്ങൾ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരിയേലും തലയിലോട്ട് കയറാൻ വേണ്ടി പറഞ്ഞു തരുവാണ്. നിങ്ങൾ ഞങ്ങളെ കിടന്ന് ചാടിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഞങ്ങൾ കാണുന്നതാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ ഓൺലൈൻ മീഡിയക്കാരോട് പറ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിടരുത് പുറത്തോട്ട് എന്ന് പറ, അപ്പോൾ കുഴപ്പമില്ല. വേറെ കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ, രേണുവിൻ്റെ തന്നെയാണ്. രേണു അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയാണ് രേണുവിൻ്റെ പല്ലേൽ എന്നെ ഏതാണ്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടല്ലോ, എന്നെ അടുത്ത് പറയുന്നത് ഇതിൻ്റെ പേര് ഞാൻ മറന്നേ. പല്ല് കമ്പി ഇടുന്നതിന് പകരമായിട്ട് പല്ല് അടുക്കാൻ അകലിച്ച് മാറാനും പിന്നെ പല്ല് ഇച്ചിരി താഴാനൊക്കെ വേണ്ടിയിട്ട് രേണുവിനൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരെനിക്ക് നല്ലപോലെ ഒരു വിട്ടുപോയി. ആ ഒരു സാധനം രേണു എടുത്ത് വെക്കുന്ന എങ്ങനെ നിങ്ങൾ നോക്കണം. രേണു അവിടെ നിൽക്കുന്ന മുഴുവൻ മീഡിയക്കാരെ നോക്കിക്കൊണ്ടിരുന്നാണ് ഇത് ചെയ്യുന്നത്. ഇവരാരും കാണുന്നുണ്ടോ നോക്കി രഹസ്യമായിട്ടാണ്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സീൻ എന്താണെന്ന് ചോദിച്ചാൽ വാർദ്ധക്യ പുരാണത്തിനകത്ത് ഫിലോമിന പല്ലൂരി വെക്കുന്നൊരു സീനുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. തൻ്റെ ഊരിപ്പോയ സെറ്റ് പല്ല് ആരും കാണാതെ സൂത്രത്തിൽ വീണ്ടും വയലേക്കിടുന്നു മലയാളികളുടെ എവർഗ്രീൻ ഹീറോയിൻ. ഇതിനകത്ത് പറയുന്നത് വേറൊരിടത്ത് റിയാക്ട് ചെയ്തേക്കുന്നത് കേട്ടോ, അതാ സൗണ്ട് ഇടയ്ക്ക് വെക്കുന്നത്. ആരും കാണാതെ എടുത്ത് വെപ്പ് പല്ല് വെക്കുന്നൊന്നും അല്ല. അത് രേണു ആ പല്ലിൽ ഇടുന്ന ഒരു സാധനം ഉണ്ട്, ആ സംഭവം എടുത്ത് വെക്കുന്നയോ അതിൻ്റെ പേര് പിന്നെ എനിക്ക് നല്ല ഇതായിട്ട് കിട്ടുന്ന പക്ഷേ കൊണ്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ആ ഒരു സംഭവം എടുത്ത് വെക്കുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നോക്കണം, ആ ഒരു സൈഡിലോട്ട് നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയാണ് രേണു ഇത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പുറത്ത് നിന്നൊരുത്തൻ മാന്യമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ആ വീഡിയോ എടുത്ത് അവനത് പുറത്ത് വിടുകയും ചെയ്ത്. ഇതൊക്കെ കാണുമ്പോൾ ചില സമയത്ത് പാവം തോന്നാണ് കേട്ടോ. പാവം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പിന്നെ ആരും ചീത്ത വിളിക്കാൻ വരേണ്ട കാര്യം. രേണുവിനെ സപ്പോർട്ട് പറഞ്ഞ് ചീത്ത വിളിയുടെ അങ്ങേറ്റമാണ് എനിക്കറിയാത്. ഞാൻ പാവം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞില്ല. നമുക്ക് ചില സമയത്ത് എത്ര ദുഷ്ടരാന്ന് എത്ര മോശപ്പെട്ടവരാന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് അവർ കാണിക്കുന്ന നമുക്ക് കഷ്ടം തോന്നാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ കൂടെയുള്ള സോഷ്യൽ മീഡിയക്കാരെല്ലാം മാറ്റി നിർത്തിച്ച് രഹസ്യമായിട്ട് വന്നിരുന്ന് ചെയ്ത കാര്യമാണ്. ഇതുപോലെയാണ് രേണുവിൻ്റെ ഓരോ കാര്യങ്ങൾ പുറത്തു പോകുന്നത്. ഇവരുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഈ പണി കാണിച്ചത്, അല്ലാതെ ആരും ആയിരിക്കില്ല സോഷ്യൽ മീഡിയ ഇട്ടത്. ആരും കാണാതെ ഭയങ്കര ഇതായിട്ട് അങ്ങോട്ട് കണ്ണും വെച്ചിരുന്ന്. എന്നാൽ പുള്ളിക്കാരിന്ന് ജസ്റ്റ് ആ ചുറ്റുവട്ടം നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിനെ കണ്ടായിരുന്നേനെ. എന്നാണേലും ആ എടുപ്പ് കണ്ടപ്പോഴത്തേക്ക് ആരും കാണാതെ രഹസ്യമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ ഓൺലൈൻ മീഡിയക്കാരാണ് ഇതെല്ലാം പുറത്തേക്ക് വിട്ടു തരുന്നത്. അതെടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ആരൊക്കെ പറഞ്ഞു രേണുവിനെ അന്നദാത വന്നൊക്കെ ഒരു ആൾ ഒന്നിച്ചറിഞ്ഞ്. ഈ രേണുവിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പട്ടിണി കിടക്കുമല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ഈ ചെയ്ത് ചാനലിൽ നിന്നിരുന്ന പൈസ കൊണ്ടല്ല എൻ്റെ വീട്ടിൽ അരി മേടിക്കുന്നതും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നതും. അന്തസ്സായിട്ട് തന്നെ എൻ്റെ കെട്ടിയവൻ ജോലി ചെയ്ത് എൻ്റെ കുടുംബം നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അല്ല ആദ്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ വന്നിരുന്ന് ഇന്ന ഡയലോഗ് അടിച്ച് നിങ്ങൾ എത്രമാത്രം കമൻറ്റിൽ ഇതായിട്ട് വരുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ രേണുവിൻ്റെ വീഡിയോ എടുത്ത് പബ്ലിക്കിലേക്ക് ഇടത്തില്ല. പഴയതാണെങ്കിൽ പോലും കുത്തി തോണ്ടിക്കൊണ്ട് ഞാൻ വന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ, നിങ്ങൾ രേണുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നാൽ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ മറ്റു വീഡിയോക്കാർ പറയുന്ന പോലെ ഒന്നും ഞാൻ ആവശ്യമില്ലാതെ എടുത്തിട്ട് വലിച്ചു കയറാൻ വരുന്നില്ല. പിന്നെ ഇനി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക രേണുവിനെ പോലെയാണോ ഇവരിയ്ക്കുന്നതെന്നൊന്ന് പറയാം കേട്ടോ. ഇതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് പറയാം. രേണു സുധിയുടെ കസിൻ തന്നെയാണ്. പിന്നെ ആൾക്കാർ കുറെ പേരിങ്ങനെ പറയുന്നുണ്ട് രേണു സുധിയുടെ കസിൻ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയേണ്ട മറുപടി ഞാൻ രേണു സുധിയുടെ കസിനൊന്നും അല്ല. പിന്നെ കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്, അത് പറഞ്ഞോട്ടെ. ഇപ്പൊ നിക്കർ ഇടാറില്ല രേണു, അങ്ങനെ ഒരു പേരിലായിരുന്നു. നിക്കർ ഇടാറില്ല, അല്ല നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ, അതൊന്നും പ്രശ്നമല്ലേ? എനിക്ക് എന്ത് പ്രശ്നം? ഇനിയിപ്പം എല്ലാ വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. നിങ്ങൾക്കറിയാലോ കമന്റ് എന്തൊക്കെയാ വിളിക്കുന്നത്, എന്തൊക്കെ വിളിക്കുന്നില്ലേ, എനിക്കിഷ്ടം അതൊക്കെ കേൾക്കുന്നത്. ഹാപ്പിയാണ്. ഇവർക്ക് രേണുവിന് എന്തെങ്കിലും ഷേപ്പുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടില്ല, ഉള്ള സത്യം ഞാൻ പറയാം. രേണുവിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാലും അവരുടെ യാതൊരു ഷേപ്പും എനിക്ക് ഇവരിൽ തോന്നിയിട്ടില്ല, യാതൊരു ഷേപ്പും. ഒരു അഭിനയം ഒരു കൊച്ചു പെങ്കൊച്ചിന്ന് രേണുവിനെ റിയാക്ട് ചെയ്യാറുണ്ട്. രേണു സംസാരിക്കുന്നവർ തന്നെയാണ് കൊച്ചു. അത് നമുക്ക് രേണുവായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ വർത്തമാനവും പറച്ചിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് രേണുവായിട്ട് തോന്നാറുണ്ട്. പിന്നെ വേറെ പുള്ളിക്കാരി ഒരു പ്രാവശ്യം എടുത്തതിന്
റീൽസ് ഇട്ടായിരുന്നു ഞാൻ. അതിനകത്ത് ആ പുള്ളിക്കാർ പറഞ്ഞു, ചേച്ചി ഞാനാണ് ഈ വീഡിയോ ആൾ ഈ അഭിനയിക്കുന്നത്. അതും രേണുവിനെ പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് എനിക്ക് രേണുവിനെ പോലെ ശകലം പോലും തോന്നിയിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അഭിനയത്തിൻ്റെ കാര്യത്തിൽ രേണുവിനെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വായ ഒരു വശത്ത് വോയിസ് വേറെ വശത്തൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാര്യം അത് കറക്റ്റാണ്. അഭിനയിക്കുന്ന കാര്യത്തിൽ ശകലം പോലും അഭിനയിക്കാൻ ഒരു ടാലൻ്റ് ഇല്ലാത്തൊരു പുള്ളിക്കാരിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു രേണുവിൻ്റെ ആ ഒരു വീഡിയോ എടുത്താണ് പുള്ളിക്കാരി റിയാക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്കതൊരു കോമഡി ആയിട്ട് എടുക്കാൻ തോന്നിയില്ല. ചുമ്മാ എന്തോ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്ന അത്ര. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എന്തെങ്കിലും ഒന്ന് ചിരിക്കാൻ തോന്നി അവരെ കാണിക്കുന്ന കാര്യമോ പറയുന്ന കാര്യം കണ്ടിട്ട്. പിന്നെ വേറൊരു കാര്യത്തിൽ പുള്ളിക്കാരി രേണുവിനെ കടത്തി വിട്ടു. കാര്യം വെച്ചാൽ കമൻറ്റിന് വരുന്ന തിരിച്ചു കൊടുക്കുന്ന മറുപടി അത് ഇതിനകത്ത് എടുത്തിട്ടിട്ടില്ല. കാര്യം വെച്ചാൽ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ട്. ഇവരുടെ പേരെന്തോ റിയാന്നോ അങ്ങനെ കണ്ടാന്ന് തോന്നി ഇവരുടെ പേര്. ആ ഓരോരുത്തർ ഇടുന്ന കമൻറ്റിന് കൊടുക്കുന്ന മറുപടി രേണു ആയിട്ട് ഏകദേശമൊക്കെ സാമ്യമുണ്ട്. കാര്യം രേണു പറയുന്ന പോലത്തെ വെറും തറ വർത്താനം കൊണ്ടടിക്കുന്നത്. ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് തുമ്പി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിക്ക്. എന്നതിനാണ് ഈ അവാർഡ് കൊടുത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്ന് കാണിക്കാം. ഈ സന്തോഷത്തിലെയും അഭിമാനത്തിലെയും നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രേരണയായ തുമ്പി ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ തുമ്പി എന്ന് പറയുന്ന പുള്ളിക്കാരുടെ വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവരെന്തൊക്കെയോ ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവരുടെ ഇപ്പോൾ ഫേസ്ബുക്ക് അടിച്ച് പോയി. കാര്യം എന്നാന്ന് വെച്ചാൽ ആ സൈസ് വീഡിയോസാണ്. ഇവരോട് ഇവർ ഇതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റുകൾ നമ്മൾ എടുത്താൽ മതി, റിപ്പോർട്ട് അടിക്കാൻ, നമുക്ക് ഈ ചാനൽ കളയാം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവർ കാണിക്കുന്ന രീതി ആ സൈസാണ്. ഇവർ റീൽസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് കാണണം. അതിനകത്ത് ഇവർ ഇങ്ങനെയുള്ള നമ്മളിപ്പം രേണുവിനെ മാത്രമല്ല, ഞാൻ ആരിങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും ഞാൻ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യുവേ. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കുറേ മനുഷ്യർ ഇറങ്ങിയിട്ടുണ്ട്. അവർ കാണിക്കുന്ന എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞിട്ട് മറ്റേ സീം എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇത്ര മാന്യമായിട്ടാണെന്ന് അറിയാം ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത്. അവരെ സാരി കൊടുത്ത് നടക്കുന്നത് തന്നെ ഒരു കലയുണ്ട്. അതേസമയം കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ പറഞ്ഞാലും ഞാൻ ആ ഒരു കാര്യത്തിൽ ജാസിയെ സമ്മതിച്ചു കൊടുത്തേക്കും കേട്ടോ. ജാസി അങ്ങനെ അവിടെ ഉടൻ കാണിച്ച് ഞാൻ ഇതുവരെ ജാസിയുടെ ഒരു വീഡിയോസ് എപ്പോൾ കണ്ടാലും സാരി ഉടുത്ത് നല്ല നീറ്റായിട്ട് നടക്കുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ. ജാസി ഞാൻ റിയാക്ട് ചെയ്തിട്ടുമുള്ള ആളാണ് ജാസിയെ. പക്ഷേ വേറെ ചിലരൊക്കെ ഇപ്പം തോന്നിയവസായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇത് കാണിക്കാൻ വേണ്ടിയാണോ ഇവർ ഈ ആണിൽ നിന്ന് പെണ്ണിലേക്ക് വന്നതെന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും. അതുപോലെയാണ്. വേറെ ആരുടെയും കാര്യമല്ല, ദീപ്തി കല്യാണിൻ്റെ കാര്യമാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇത് ആണിൽ നിന്നും പെണ്ണിലേക്ക് വന്നത് ഇതെടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവർ വന്നാണോ നമുക്ക് തോന്നിപ്പോൾ. അത്രയ്ക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പുള്ളിക്കാരിയുടെ വീഡിയോസ് വേറെ ഒരുപാടുണ്ട്. ഇവരുടെ ചാനലിൽ കയറി നമുക്ക് കാണാം. ഒത്തിരി ഉണ്ട്. ഇവർ അവിടുന്ന് വലിഞ്ഞു കയറുന്നതും ഇവിടുന്ന് വലിഞ്ഞു കയറുന്നതും അതൊക്കെ വൃത്തികേടായിട്ടാണ് ആ ഓരോ വീഡിയോസും കണ്ടാൽ നമുക്ക് ഭയങ്കര ഇതായിട്ടാണ്. അപ്പോൾ അവരുടെ ചാനൽ പോയതിനെപ്പറ്റി അവർ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹലോ ഗൈസ്, കുറച്ച് പേർക്കൊക്കെ സന്തോഷമാവണ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി പോയി, അതിന് തിരിച്ച് കിട്ടില്ല. പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. ഇനിയിപ്പോൾ പോയതെന്തായാലും പോട്ടെ, അതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി വിഷമിക്കണില്ല. പിന്നെ ഞങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐ ഡിയും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ പോയി. ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐ ഡി ഓൾറെഡി ഒരു വട്ടം ഹാക്ക് ആയതാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ അറിയാതെ പോസ്റ്റ് വന്നു അതിൽ. പിന്നെ അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നവർക്കൊക്കെ ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പാസ്വേഡ് മാറ്റി വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങി. കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അത് വീണ്ടും ഫുള്ളായിട്ട് പോയി. ഏറ്റവും കൂടുതൽ മാസ് റിപ്പോർട്ട് വന്നിട്ടുള്ള ഐ ഡി ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആണ്. അപ്പൊ എനിക്ക് ഒന്നും പറയാനില്ല. എന്ത് പറയാനാ, എന്തിനാ ഇങ്ങനെ കുശുമ്പെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് പിടിയിട്ടണില്ല. പിന്നെന്താ പറയാ, ഞങ്ങള് നടത്തണ സമയത്ത് 2-3 വട്ടം ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബിസിനസ് തുടങ്ങിയ, എന്തിനാ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലേ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം, എനിക്ക് എന്താ ചെയ്യാൻ പാടില്ലേ? ഞാൻ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സെയിൽ ചെയ്യുന്നുള്ളത്. അതിനും ഇത്രയും കുശുമ്പ് കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് അറിയണില്ല. പിന്നെ പോയത് പോട്ടെ, എന്തായാലും ഇനിയിപ്പോൾ സങ്കടമോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം എന്താ പറയുക, ഒന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു വഴി തുറക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം ശരിയാകും. ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ പോകണം. പിന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട്. അവരോട് ഇന്നും സ്നേഹം മാത്രം. അവരോട് താങ്ക് യു. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യണവരോട് കേട്ടോ. പിന്നെന്താ, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ബൈ. ഫേസ്ബുക്കിൽ 5 ലക്ഷം ഫോളോവേഴ്സായി അന്നാണ് ഞങ്ങൾക്ക് ഐ ഡി മിസ്സായത്. അപ്പം എന്തായാലും സങ്കടമുണ്ട്. പോയത് പോട്ടെ. പിന്നെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു ഐ ഡി ഫേസ്ബുക്കിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. tumbis.1 എന്നാണ് ഐ ഡിയുടെ പേര്. പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐ ഡിയും ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പുതിയത് ഇൻസ്റ്റഗ്രാമിൽ. ഇപ്പം രണ്ടിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക, അത്രമാത്രം പറയാനുള്ളൂ. എന്തായാലും ബൈ. ഇങ്ങനെ ചാനൽ പോകുന്നൊരു പേടിക്കൊന്നും വേണ്ട. കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സപ്പോർട്ടിന് ആളുകളെ കിട്ടും. അതിനൊന്നും സംശയമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ കാണാൻ വേണ്ടി കുറേ ഞരമ്പന്മാരുണ്ട്, ഇഷ്ടം പോലെ ഞരമ്പന്മാരുണ്ട്. അവർക്കിത് കാണാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഏറ്റവും മൂലയും കാണിക്കുന്ന കാണാൻ കൊതിയോടുകൂടി നടക്കുന്നവരുണ്ട്. പിന്നെ പറയുന്ന കേട്ട് രേണുവിൻ്റെ പെയ്ഡ് സബിനകത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇത് കുറഞ്ഞെന്നോ, ഇപ്പം മറ്റേ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഇതിലേക്കാണ് പോയേക്കുന്നതോ ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ഒത്തിരി പേരിങ്ങ് തുടങ്ങിയേക്കുക പെൺപിള്ളേർ. ഞാൻ പറഞ്ഞില്ലേ, രേണുവിൻ്റെ ഒരു വിഷയം വന്നപ്പോഴാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ പബ്ലിക്കിലേക്ക് വന്നത്. ഇങ്ങനൊരു സംഭവമാണതും മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇതുപോലെ പരിചയം വെച്ചാൽ ഇവർ മിക്ക ഓൺലൈൻ മീഡിയക്കാർക്കും വന്നിട്ട്
കൊടുക്കും. അവർ ചോദിക്കും, രേണു നല്ലപോലെ പൈസ കിട്ടുന്നുണ്ടല്ലോ, നല്ല വരുമാനമാണല്ലോ, എത്ര ലക്ഷം കിട്ടും, എത്ര കോടി കിട്ടും, ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും പൊട്ട് തിരിഞ്ഞത് അതിനകത്ത് കാണും ഇത് കാണാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നും എന്നാൽ പിന്നെ എനിക്കും ഇങ്ങനെ തുടങ്ങിയാൽ എന്നാ കുഴപ്പം എന്ന് ഓർക്കും. എന്ന് പറയുന്നത് പുതിയ തലമുറ വഴിതിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ കൂടുതലും സോഷ്യൽ മീഡിയ വന്ന് കാണിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോഴത്തേക്ക് കുറേ അമ്മായിമാർ ഒന്നിച്ച് പറയും വേറെ ആരും ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന്. വേറെ ആരും ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ളവരൊക്കെ അവരുടെ ചാനലിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. രേണു അങ്ങനെ അല്ല ചെയ്യുന്നത്. രേണു പൊതുവായിട്ടൊരു ശല്യമായി മാറിയേക്കുവാണ് ചെയ്തേക്കുന്നത്, ഭയങ്കരമായിട്ട് പൊതുവെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കുറേ കമൻസ് വരുന്നത് എനിക്കിപ്പോൾ കുറേ നാൾ കൊണ്ട് ശല്യമില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതലാണ് എനിക്കിതുപോലെ ഈ രേണുവിൻ്റെ അമ്മായിമാരെന്ന് പറയും. പിന്നെ അതിലൊരു പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് ഏത് വീഡിയോ ഇട്ടാലും വന്ന് ആ പുള്ളിക്ക് നെഗറ്റീവ് പറഞ്ഞു. അത് ആരും ഇടയ്ക്ക് ഒരു കമൻറ്റ് ഇടുന്നതായിട്ട് ഏത് വീഡിയോ ഇട്ടാലും ഇവരൊന്ന് നെഗറ്റീവ് പറച്ചിലാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ ചില അസുഖം പിടിച്ചവരുണ്ട്, അതൊന്നും മരുന്നില്ല നമുക്ക്. എന്നാണെന്ന് എനിക്കറിയത്തില്ല, ആരാന്നും അറിയത്തില്ല. പറയുന്നൊരു വശത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് സമൂഹത്തിന് മോശമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടില്ല. ഇനി പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ കിടന്നങ്ങ് തകിടം മറിഞ്ഞങ്ങ് ഓടുന്നുണ്ട് കേട്ടോ. അത് രേണു എന്ന് പറഞ്ഞിട്ടാണ് പലരും ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നേക്കുന്ന മൊത്തം രേണുവിനുള്ള കമൻറ്റാണ് വന്നേക്കുന്നത്. പക്ഷേ എനിക്കിത് രേണുവായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി, ദൈവമേ രേണു ആണോ ഇത് എന്നോർത്ത്. നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവർ മോശമായിട്ട് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിത് കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരു നിമിഷം ഞാനത് ഞെട്ടിപ്പോയി കേട്ടോ. എന്നിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത് ദൈവമേ രേണു ആയിരിക്കില്ലേ അതെന്ന്. കാര്യം എന്നാന്ന് എനിക്കറിയില്ല, ഒരു പെണ്ണ് ഇത്രയും അതപ്പതിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമം അത്രേ ഉള്ളൂ. ഈ രേണു ആണെന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് രേണു ആണെന്നേ തോന്നുള്ളൂ. ഇത് വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പും കാര്യങ്ങളും പിന്നെ ആ ബോഡി ലാംഗ്വേജും ആ ചാട്ടവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ രേണു ആണെന്നേ നമുക്ക് തോന്നുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് രേണു എന്ന് തോന്നും. പക്ഷേ മുഖമൊട്ട് വലിയ ഇതായിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. പക്ഷേ മുഖത്തിൻ്റെ സൈഡിൽ എവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ രേണു, പക്ഷേ രേണു അല്ല അത്. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം രേണു അല്ല, എനിക്ക് തോന്നുന്നില്ല രേണു ആണെന്ന്. എനിക്കതങ്ങോട്ട് അല്ലാതെ തന്നെയാണ് എൻ്റെ ഇത്. പക്ഷേ ആ ബോഡി ലാംഗ്വേജും ആ തലയിട്ടുള്ള കറക്കും ആ കൈയെടുക്കലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചാട്ടവും കണ്ടു കഴിഞ്ഞാൽ രേണുവിനെ പോലെ തന്നെയുണ്ട്. പക്ഷേ അത് രേണു അല്ല. നമുക്കത് ശ്രദ്ധിച്ച് നമ്മളെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും രേണു അല്ല എന്നുള്ള കാര്യത്തിൽ. നമുക്കിത് ഏതോ ഇതാണ് ബാറിലെ ഡാൻസിനാന്ന് പറഞ്ഞുകൊണ്ട് ബാറിൽ കിടന്ന് രേണു ഡാൻസ് കളിക്കുന്നതെന്നാണ് ഈ പറയുന്ന മൊത്തം. പക്ഷേ അത് രേണു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഏതോ മരുന്നടിച്ചേച്ച് കിടന്ന് കാണിക്കുന്ന സാധനമാണ്. പക്ഷേ ഈ വീഡിയോ അത്ര കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഈ വീഡിയോ കാണും. കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളുക വീഡിയോ ഇടാൻ പറ്റത്തില്ല, യൂട്യൂബ് അത് ഇതാക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോളുക. കാര്യം ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. ആ കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഒന്നെടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കേട്ടോ. കാര്യം രേണു അല്ല അതെന്നുള്ളത് ഉറപ്പിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ താഴെ വന്ന കുറേ കമൻറ്റുകൾ ഞാൻ പറയാം. ഇത് രേണു ആണോ എന്ന് ചോദിച്ചാൽ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കരുതി എനിക്ക് തോന്നിയതായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്കും തോന്നിയല്ലേ? വേറൊരാളുടെ കമൻറ്റാണ്, എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി. നോ, രേണു അല്ല പ്ലീസ്, പാവമാണ്. രേണുവിൻ്റെ ആൾക്കാരാണ് വന്നിച്ചാൽ പറഞ്ഞത് രേണു ആണോ, പക്ഷേ അത് രേണു സുധി അല്ല, ദയവായി പറയൂ ഇത് രേണു ആണോ എന്ന് വെച്ചിട്ട് അടുത്ത കമൻറ്റ്. കാര്യം രേണു ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ഇത് രേണു അല്ല ഉറപ്പ്, ചെക്കന്മാരെ സമ്മതിക്കണം. രേണു ആണെന്ന് തോന്നുന്നു, രേണു തന്നെ എന്നും പറഞ്ഞിട്ടൊക്കെ ഒത്തിരി കമൻറ്റുകളാണ്. ഇത് രേണു തന്നെയാണ്, അവൾക്ക് ഇതുപോലെ കളിക്കാൻ അറിയാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രേണുവിൻ്റെ അതേ സ്റ്റെപ്പുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, രേണുവാണ് ഇവൾക്ക് ഇതുപോലെ കളിക്കാൻ അറിയാമെന്ന് പറയും. രേണു നമ്മൾ അതായത് ഈ ആവശ്യമില്ലാത്ത റീലും കുന്തമായിട്ട് ഇവർ കാണിക്കുമ്പം ഇവരൊന്ന് ചിന്തിക്കണം. കുറച്ചൊക്കെ ഇവരൊന്ന് പക്വതയോടുകൂടി മുന്നോട്ട്. ഇവർ ഡാൻസ് കളിച്ചോട്ടെ, ഇവർക്ക് ഡാൻസ് അറിയാമെങ്കിൽ ഇവർ കളിക്കുന്നതിനൊന്നും പറയുന്നില്ല കേട്ടോ. ഇവർക്ക് ശരിക്കും സത്യമായി ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞു നേരത്തെ പിള്ളേരൊക്കെ ഇറക്കുന്നത്. പക്ഷേ അത്രയും പോലും ഇതാകില്ല. എന്നും ഒരേ ഒരു സ്റ്റെപ്പ്, പിന്നെ എൻ്റെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അതൊക്കെ കിടന്ന് കാണിക്കുന്നില്ല. എന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ ഇതിനകത്ത് ഒരേ സ്റ്റെപ്പ് തന്നെ. ഒന്നെങ്കിൽ ഇവർ പാടി അഭിനയിക്കുന്ന കാണിച്ചാലും ഇതല്ല, അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്താൽ മതി. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് അവരുടെ റീലും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇടാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. അതിനകത്ത് കിടന്ന് കാണിക്കുന്ന പേക്കൂത്ത് കണ്ടതുകൊണ്ടാണ് ആൾക്കാർ ഇത് രേണു ആണെന്ന് പറഞ്ഞ് തന്നെ റിയാക്ട് ചെയ്യുന്നത്. ഒത്തിരി അതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റ് ഫുള്ളാണ് സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്നും പറഞ്ഞിട്ട് ഇവളെ ബാറിൽ കിടന്ന് കള്ളു കുടിച്ച് ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ കുറേ കമൻറ്റുകൾ ഇതിനകത്ത് മൊത്തം രേണു എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേണു അല്ല. വെറുതെ നിങ്ങളത് കമൻറ്റ് ഇട്ട് നിങ്ങളുടെ സമയം കളയണ്ട. രേണു അല്ല, അത് എന്നാ പറഞ്ഞാൽ രേണു അല്ല, അത് വേറെ ആരോ ആണ്. എവിടെയോ എന്തോ പരിപാടി നടക്കുന്നതെന്ന് തോന്നുന്നു. എന്നതോ മരുന്നടിച്ചേച്ച് വന്ന് കിടന്ന് തുള്ളുന്നതാണ്. ഇതൊക്കെയാണ്. ഇനി രേണു പോലും ചിലപ്പോൾ ഞെട്ടിക്കാണും. രേണു ആണോ എന്നൊരു നിമിഷം ഓർത്ത് കാണുമായിരിക്കും. എന്നാണെങ്കിലും അവർ തെറ്റ് ചെയ്താൽ തെറ്റായിട്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് കേട്ടോ. ഞാനിത് റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ അവരെ കുറിച്ച് കേൾക്കുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കണ്ടുകൊണ്ടാണ് ഇനി ഒരു കാര്യം എടുത്തത്. പിന്നെ രേണുവിൻ്റെ അമ്മായിമാരോടും അമ്മാവന്മാരോടും എല്ലാം ഞാൻ പറയുന്നത് ആവശ്യമില്ലാതെ ചൊറിയാൻ വരല്ലേ. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ഇടുക. വീഡിയോ കാണാതെ വന്ന് കമൻറ്റ് ഇടുകയേ ചെയ്യരുത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ മാത്രമായിരിക്കുമല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്.
എൻ്റെ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയറിയാം, വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്തിട്ട് കൊട്ടുവാണ്. എൻ്റെ അതിനാണ് ഇങ്ങനെ വല്ലവരൊക്കെ വായിന്ന് കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിന്നാൽ ഞാനിടുന്ന വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് പറഞ്ഞു, അല്ലാതെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത് വളരെ മോശമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ രേണുവിൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണെന്ന് അറിയാം. കാര്യം ഓരോ കമൻറ്റും വരുമ്പോൾ അതിൽ അക്ഷരത്തെറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഇത് എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നതെന്നുള്ളത്. എന്നാണേലും ഞാൻ ഇന്നൊരു വീഡിയോ ഇത് കണ്ടപ്പോഴത്തേക്ക് ആ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.